അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കത്തിരിക്ക വെച്ച് നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ. ഇത് എല്ലാത്തിൻ്റെ കൂടെയും പറ്റുന്ന ഒരു കോമ്പൗണ്ട്. ചോറിനായാലും ചപ്പാത്തി, പൂരി, അപ്പം, ഇടിയപ്പം, പുട്ട്, ഇഡ്ഡലി, ദോശ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കോമ്പാണ്. ടേസ്റ്റ് ആണെങ്കിൽ പറയാനും പറ്റില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. സ്കിപ്പ് ചെയ്യുമ്പോൾ പലതും മിസ്സായി പോകും. അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യരുതെന്ന് പറയുന്നത്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിനിപ്പോൾ അതാ ഞാൻ കുറച്ച് കത്തിരിക്ക എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വലിയ കത്തിരിക്ക എടുക്കരുത്, ചെറിയ കത്തിരിക്ക നോക്കി എടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ മുറിച്ച് ഞാൻ 4 മുറിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ വല്ല പുഴു എന്തെങ്കിലും ഉണ്ടാവും നോക്കണം കേട്ടോ. അപ്പോൾ ഇതിലൊന്നുമില്ല, അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കത്തിരിക്കയാണ്, നല്ല കത്തിരിക്കയാണ്. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ മുഴുവനായിട്ട് മുറിച്ചിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. വെള്ളത്തിലിട്ട് വെച്ചത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ അതിൻ്റെ കറ നല്ല പോലെ പോകും. ആ കറ പോയതിന് ശേഷം നമ്മളിത് നല്ലപോലെ കഴുകിയിട്ട് വെള്ളം വാരാൻ വേണ്ടി മാറ്റിയോടെ വെക്കണം കേട്ടോ ആദ്യം തന്നെ. അതിന് ശേഷം ഞാനത് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ചട്ടി വെച്ചിട്ട് മൺചട്ടി വെച്ചിരിക്കുന്നത്. മൺചട്ടി വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ചട്ടി വെച്ചിരിക്കുന്നത്. കത്തിരിക്കാൻ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഞാനിത് അങ്ങനെ തല കുത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് ഭാഗത്താണ് മുറിച്ചിരിക്കുന്നത് വെച്ചാൽ ആ ഭാഗം താഴത്തേക്ക് ആക്കി വെച്ചാൽ അതിൻ്റെ വെള്ളം മുഴുവനും വാർന്നു കിട്ടും. ഇനി അഥവാ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുണിയായിട്ട് തുടച്ചെടുത്താൽ മതി. വെള്ളം ഉണ്ടെങ്കിൽ നമ്മളിത് എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് പൊട്ടിത്തെറിക്കുള്ളത് കൊണ്ടാണ്. ചട്ടി വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം, ഓയിലോ നല്ലെണ്ണയോ കടലെണ്ണയോ എന്ത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് മാത്രം. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മളെടുത്ത കത്തിരിക്ക മുഴുവനും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ 4 ഭാഗം അതിൻ്റെ തോലൊക്കെ ഒന്ന് കളറ് മാറി ഒന്ന് തോലൊക്കെ ഒന്ന് ചുളിഞ്ഞ് വരും. പിന്നെ നമ്മൾ കത്തിരിക്ക ഒന്ന് പകുതി വേവായും കിട്ടണം. അതുവരെ നമ്മളിതൊന്ന് ഇളക്കിയിട്ട് വേവിച്ചെടുക്കട്ടോ. അപ്പോൾ അത് കത്തിരിക്ക നല്ലപോലെ ഒന്ന് ആയിട്ടുണ്ട്. ഞാനത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ വീഡിയോക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇതേപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കത്തിരിക്ക മുഴുവനായിട്ടും എണ്ണയിൽ നിന്ന് കോരി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ അതേ എണ്ണയിലേക്ക് തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും പാടെ നല്ലപോലെ പൊട്ടിയിട്ടൊരു കളറൊന്ന് വ്യത്യാസം വന്നിട്ട് വരുമല്ലോ, കരിയരുത്, ഗോൾഡൻ കളറാണ് സമയത്ത് അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അത് നല്ലപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതിലേക്ക് 1 കുടം വെളുത്തുള്ളി നല്ലപോലെ തോലൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം 2ആക്കി മുറിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ഈ പച്ചമണം പോകുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ നല്ലപോലെ പോയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി എടുത്ത് തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കഴുകിയിട്ട് 2ആക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് വലിയ ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് ഒരു 5-6 എടുക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ കുറച്ചെടുക്കുക, ഇല്ല നിങ്ങൾ വെറും ചെറിയ ഉള്ളിയും കൊണ്ടാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 250 ഗ്രാം ചെറിയ ഉള്ളി എടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു വലിയ ഉള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും പാടെ എടുത്തിരിക്കുന്നത്. ഇല്ല നിങ്ങൾക്ക് വലിയ ഉള്ളിയും കൊണ്ട് മാത്രം വേണമെങ്കിലും ചെയ്യാം, ചെറിയ ഉള്ളിയും കൊണ്ട് മാത്രം വേണമെങ്കിലും ചെയ്യാം. വലിയ ഉള്ളിയും കൊണ്ട് മാത്രം ചെയ്യുകയാണെങ്കിൽ 2 ഉള്ളി ഇട്ടാൽ മതി. അത് നല്ലപോലെ കനല്ലാതെ അരിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. വഴറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്, ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉള്ളി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ഞാനത് മൂടി വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അവിടെ വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മൂടി വെച്ചാൽ ഇടയ്ക്കൊക്കെ ഇളക്കി തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരേപോലെ ഇട്ട് പറഞ്ഞാൽ നമ്മുടെ ഉള്ളി 4 പുറം കരിയും അടിയൊന്നും ശരിയാകില്ല. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ മൂടി വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഉണ്ടാകണം കേട്ടോ. ഉള്ളി നല്ലപോലെ വന്നിട്ട് ഗോൾഡൻ കളറായി വരണം. അതിന് ശേഷം ഞാൻ അതിലേക്ക് 1 തുണ്ട് ഇഞ്ചി നല്ലപോലെ പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി നമ്മളിട്ട ഇഞ്ചിൻ്റെയും പച്ചമണം പോകുന്നവരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. നമ്മളിതിലെല്ലാം അത് നല്ലപോലെ വഴറ്റി ഉണ്ടാക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് കറിക്ക്. ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടി ചെയ്യുള്ളൂ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ അതിലേക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു വലിയ തക്കാളി കേട്ടോ, പൊടിയായിട്ട് അരിഞ്ഞ തക്കാളിയും കുറച്ച് കറിവേപ്പിലയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ഇനി കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. അതിൽ 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്, എരിവുള്ള മുളക് പൊടി തന്നെയാണിത്. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്.
ഈ കഴുകി എന്ന് പറയണത് ചിലർ പറയും നിങ്ങൾ കഴുകാണ്ടാണോ എടുക്കണത് എന്നുള്ളത് പറയും. അതുകൊണ്ട് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയണത് കഴുകിയിട്ടാണ് ഞാൻ എല്ലാ സാധനവും ഉപയോഗിക്കണത് എന്നുള്ളത് കേട്ടോ. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി തോന്നണ്ട. പിന്നെ പൊടികളുടെ പച്ചമണം പോകുന്നേരം നല്ലപോലെ വഴറ്റി കൊടുത്തിട്ടുണ്ട്. എല്ലാം അതും കഴുകണതൊക്കെ കാണിച്ചിട്ട് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആകുള്ളൂ. പകുതി മുക്കാലൊക്കെ നമ്മളിതൊന്ന് വെട്ടിച്ചുരുക്കിയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ ആയിട്ട് വരുന്നത്. പിന്നെ എനിക്ക് ഞാൻ കുറച്ച് പുളിയെടുത്ത് നല്ലപോലെ കഴുകിയതിന് ശേഷം അത് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുതിർന്ന പുളിനെ നല്ലപോലെ പിഴിഞ്ഞിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അരിച്ചെടുത്ത പുളിവെള്ളം ഞാനിത് നമ്മുടെ ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളി മുളകൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ചിലവർക്ക് പുളി കൂടുതൽ വേണ്ടി വരും, മുളക് കൂടുതൽ വേണ്ടി വരും. ചിലവർക്ക് പുളി മുളകൊക്കെ കമ്മി വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് പുളി, ഉപ്പ്, മുളക് എല്ലാം കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. പിന്നെ അതിനുശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ എനിക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ സമയത്ത് പച്ചമുളക് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ കറിക്ക്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് കിട്ടട്ടെ. ഇത് എൻ്റെ അമ്മായിമ്മ വെക്കണ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണിത്. പാലക്കാട് നാട്ടിൽ അധികം ആൾക്കാർ ഇത് വെക്കും. ഞങ്ങളുടെ വീട്ടിലൊന്നും ഇങ്ങനെ പുളി ഒഴിച്ചിട്ടൊന്നും കത്തിരിക്കൊന്നും വെക്കില്ല കേട്ടോ. കത്തിരിക്ക ആയാലും വെണ്ടയ്ക്ക ആയാലും കയ്പ്പൊക്കെ ഒന്നും പുളി ഒഴിച്ച് വെക്കില്ല. ഞാൻ അങ്ങനെയൊക്കെ പുളി ഒഴിച്ച് കൂട്ടിയിരിക്കുന്നത് ഞാനിത് പാലക്കാട് നാട്ടിൽ വന്നതിന് ശേഷം. പിന്നെ അത് നല്ലപോലെ ഇളക്കി മൂടി വെച്ച് നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാനിത് തുറന്നിട്ട് കത്തിരിക്ക മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കത്തിരിക്ക ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുത്തി ഇളക്കരുത്. പകുതി വെന്ത കത്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഉടഞ്ഞു പോകും. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ബാക്കിയുള്ള വേവും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അത് അവിടെ കിടന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കുക. ഞാനൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വലിയ ജീരകം ഇട്ടിട്ട് നല്ലപോലെ അടിച്ചിട്ട് അതിൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കണത്. തേങ്ങ അരച്ചിട്ട് ഒഴിക്കാം കേട്ടോ. നിങ്ങൾക്ക് തേങ്ങ അരച്ചിട്ട് വേണമെങ്കിലും ഒഴിക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കത്തിരിക്കൊക്കെ ഇട്ട് നല്ലപോലെ വെന്ത് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച തേങ്ങാപ്പാൽ ഞാൻ ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി അതൊന്ന് ഇളക്കിയിട്ട് ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഇത് തേങ്ങാപ്പാലൊന്ന് വറ്റി കുറുകി വരണം. ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിന് വറ്റിച്ചെടുക്കുക. അപ്പോഴാണ് നമ്മുടെ കത്തിരിക്കയിലേക്ക് ഈ ഉപ്പും പുളി മുളകും ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം. ചെയ്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. പാലക്കാടുള്ളവരൊക്കെ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. ബാക്കിയുള്ളവർക്ക് എനിക്ക് അറിയില്ല കേട്ടോ. ഞാനത് എപ്പോഴും വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിക്കും. എന്തെങ്കിലും ഓരോ കാരണം കൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റില്ല. പിന്നെ അത് കുറച്ച് നേരം തിളച്ചതിന് ശേഷം അത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ലപോലെ തിളച്ച് കുറച്ച് നേരം തിളച്ച് അതിൻ്റെ ഇതൊക്കെ വറ്റിയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിത് ഫ്ലെയിം ഓഫാക്കുകയാണ്. കത്തിരിക്കൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കും തോറും ചാറ് കുറുകുള്ളൂ കേട്ടോ. നല്ലപോലെ കുറുകി വരും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി ഇനി ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടുള്ളത് കാണിച്ചു തരാം. ഇതിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ ഓർമ്മ ഉണ്ടാകുന്നില്ല. ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ചാറാണിത്. നല്ല അടിപൊളി കറിയാണ്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും ബായ്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.